യു ഹാവ് മൈ റെസ്പെക്ട് മാൻ. ശരിക്കും ഞങ്ങളാണ് നിങ്ങളുടെ ആ സ്പിരിറ്റിന് മുമ്പിൽ തോറ്റുപോയത്. കളി തോറ്റത് ലോകത്തെ മികച്ച ഒരു കളിക്കാരന്റെ ടീമുമായിട്ടായതുകൊണ്ട് വലിയ വിഷമമില്ല. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ കപ്പെടുക്കൽ മാത്രമല്ല, ഇതുപോലുള്ള മുഹൂർത്തങ്ങളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആണല്ലേ. പിന്നെ നോക്കിക്കോ, അടുത്ത വേൾഡ് കപ്പിന് ഷക്കീറയുടെ പാർട്ടി നിങ്ങളടിച്ച രണ്ടാമത്തെ ഗോൾ ഉണ്ടാവും. എന്തുവായിരുന്നത്. എന്റെ എമിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എമി ആള് ഭയങ്കര കൂളാണ് കേട്ടോ. ഞാൻ വിചാരിച്ച അലമ്പനാണ്. അയ്യോ അവൻ അലമ്പനാ. പക്ഷെ നിങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിനെ കൊഞ്ഞനെ കുത്തി കാണിച്ചവനാ. അവന്റെയൊക്കെ റെസ്പെക്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വേറെ ലെവല. എന്തായാലും ഞങ്ങൾ വന്ന കാര്യം സാധിച്ചു. ഞങ്ങളുടെ രാജ്യത്തിന്റെ പേര് ഇനി അങ്ങനെ ആരും മറക്കത്തില്ല. ആരും മറന്നാലും ഞങ്ങളും ഞങ്ങളുടെ ഫാൻസും ഒരിക്കലും മറക്കത്തില്ല. കൂളായിട്ടിരുന്ന് കളി കണ്ടവരുടെ മൂട്ടി കനലോരിയിട്ടവരില്ലേ നിങ്ങൾ. താങ്ക് യു. ഒരു കണക്കിന് അത് നന്നായി. ഇപ്പം എൻ്റെ കളി മാത്രമേ നടക്കുന്നുള്ളൂ. പിള്ളേരും കൂടെ ഒന്ന് ഫോം ആവാനുണ്ട്. അത് ബ്രോ ഈ ബീസ്റ്റ് മോഡ് ഓണാക്കി കളിക്കുന്നതുകൊണ്ട് തോന്നുന്നതാ. സാധാരണ മനുഷ്യർക്ക് കളിക്കുന്നതിലൊരു പരിധിയില്ല. പോയിടുന്നു. അല്ലേ ബ്രോ, നിങ്ങൾ നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ മന്ത്രവാദിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഏത് മന്ത്രവാദി? നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത മറ്റേ ആസാമിയെ. ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തൊന്നുമില്ല. എവിടുന്ന് പൊട്ടി മുളച്ചതെന്ന് തമ്പുരാൻ അറിയാം. തന്നെ ഞാൻ വിചാരിച്ച് കൂടോത്രം ചെയ്ത് തോപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഇറക്കിയതായിരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ കേരളത്തിലെ നാഗച്ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ബൗസാമില്ലേ, അങ്ങേരുടെ ആരോ ആണെന്നാ തോന്നിയല്ലേ. ആ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ശരി, ആ ജേഴ്സി ഒന്ന് തരാമോ? അതിനെന്ത്, താഴോട്ട് ഇറങ്ങുമ്പോൾ തരാം.